എത്രയും ബഹുമാനപ്പെട്ട വന്ധ്യപിതാവേ, ഈ പുതിയ വർഷത്തിലും പ്രത്യേക വിധത്തിൽ ഈ മാസത്തിലും ചെയ്യുന്ന എൻ്റെ സകല പ്രവൃത്തികൾക്കും കീഴ്വഴക്കത്തിൻ്റെ യോഗ്യത പ്രാപിക്കുന്നതിനും എൻ്റെ മന്ദജീവിതം മാറ്റി ഒരു പുതിയ ജീവിതം നയിക്കുന്നതിനും ആരംഭിക്കുന്ന പുണ്യജീവിതത്തിൽ നല്ലവണ്ണം നിലനിൽക്കുന്നതിനും വേണ്ടി അങ്ങയുടെ ഗുണദോഷവും ആത്മപിതാവിനടുത്തതും സ്ലീഹാക്കടുത്തതുമായ ആശീർവാദവും താഴ്മയോടെ അപേക്ഷിക്കുന്നു. വന്ധ്യപിതാവിൻ്റെ തീക്ഷ്ണതയുള്ള ജപധ്യാനങ്ങളിലും പ്രത്യേകം ദിവ്യപൂജയിലും എനിക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് അത്യധികം താഴ്മയോടെ അപേക്ഷിക്കുന്നു. പിതാവേ, നമ്മുടെ ദിവ്യ ഉണ്ണീശോയുടെ ചേതനാചാര തിരുനാളിൻ്റെയും പുതുവർഷത്തിൻ്റെയും മംഗളം കൂടെ താഴ്മയോടെ പറയുന്നു. പിതാവേ, ദൈവമായ അവിടുന്ന് തൻ്റെ ചേതനാചാരത്താൽ എത്രയോ മനോഹരമായതും അനന്തമായതുമായ എളിമയാൽ നിറഞ്ഞ് തന്നെ വിനീതനാക്കി നിയമത്തിന് കീഴ്പ്പെടുത്തി അതിശയകരമായ ഈ പ്രവൃത്തി നന്ദികെട്ട മനുഷ്യരോടുള്ള സ്നേഹത്തെക്കുറിച്ച് നിറവേറ്റിയത് ഓർക്കുമ്പോൾ അനേകം പാപങ്ങൾ ചെയ്ത് അവിടുത്തെ സങ്കടപ്പെടുത്തിയവളായ എൻ്റെ ഹൃദയത്തെ അത് അത്യധികം ദുഃഖിപ്പിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നു. പിതാവേ, അവിടുന്ന് ചിന്തിയ പരിശുദ്ധ മാണിക്യമായ തിരുരക്തത്തെക്കുറിച്ച് എൻ്റെ കഠിന പാപങ്ങൾക്ക് പൊറുതിയും യഥാർത്ഥമായ ദൈവസ്നേഹവും അപേക്ഷിച്ച് വാങ്ങിത്തരണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. പിതാവേ, എന്തൊരു വലിയ പ്രവൃത്തിയാണ് ഇത്ര കുഞ്ഞിലെ സ്നേഹത്തിൻ്റെ ഭ്രാന്തനായിക്കൊണ്ട് ചെയ്തു നിറവേറ്റിയത്. ഈ കൊച്ച് ഒരു നല്ല മിടുക്കൻ തന്നെയാണ് അല്ലേ? ഈ കൊച്ചിൻ്റെ അമ്മയ്ക്കും പിതാവിനും ഈ പുത്രനെ കുറേയധികം ഇഷ്ടമുണ്ടെന്ന് തോന്നുന്നു. എങ്ങനെ ഈ ദിവ്യപുത്രനെ സ്നേഹിക്കാതിരിക്കാൻ കഴിയും? പിതാവേ, വളരെയേറെ ദൈവാനുഗ്രഹം പ്രത്യേക വിധം കൈക്കൊണ്ടിരിക്കുന്ന നന്ദികെട്ടവളായ ഞാൻ ഇത്ര നല്ലവനായ ഈ ദിവ്യരക്ഷിതാവിനെ യഥാർത്ഥമായി സ്നേഹിക്കാത്തതുകൊണ്ട് പിതാവ് എന്നെ ചമ്മട്ടികൊണ്ടോ കുതിര ചമ്മട്ടികൊണ്ടോ അടിച്ച് കഠിനമായി ശിക്ഷിക്കണമേ. എന്തിനാകുന്നു ഞാൻ അവിടുത്തെ സ്നേഹിക്കാതെ ജീവിക്കുന്നത്? ഇനി എന്നെ രക്ഷിക്കാനും ഞാൻ അവിടുത്തെ സ്നേഹിക്കാനും വേണ്ടി അവിടുന്ന് എന്തു ചെയ്യേണ്ടു? എല്ലാം അവിടുന്ന് ചെയ്ത് നിറവേറ്റി. പിതാവേ, എൻ്റെ ആഗ്രഹം പോലെ എന്ന് ഞാൻ അവിടുത്തെ സ്നേഹിച്ച് എൻ്റെ ഹൃദയത്തിന് തൃപ്തി വരുത്തും. അവിടുത്തെ സ്നേഹിക്കുന്നതിന് സാധിക്കുന്നതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. എങ്കിലും ഒരിക്കലും എൻ്റെ ഹൃദയത്തെ അത് തൃപ്തിപ്പെടുത്തുന്നില്ല. ഞാൻ അവിടുത്തെ സ്നേഹിച്ചത് പോരാ, ഒന്നും അവിടുത്തെക്കുറിച്ച് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. പിതാവേ, ഇനി എന്തു ചെയ്തുകൊണ്ട് അവിടുത്തെയും അവിടുത്തെ പരിശുദ്ധ അമ്മയെയും സ്നേഹിക്കേണ്ടു? സ്നേഹപിതാവ് എനിക്ക് പറഞ്ഞു തരണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. അവിടുത്തെക്കുറിച്ച് എന്തെങ്കിലും സഹനങ്ങളോ ദുഃഖങ്ങളോ ഏറ്റെടുക്കുന്നതിന് എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. സ്നേഹപിതാവ് അമ്മയോട് അപേക്ഷിച്ച് വാങ്ങിത്തരണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. പാവപ്പെട്ട മകളെ മറന്നു കളയല്ലേ പിതാവേ. എൻ്റെ പാപം കൊണ്ട് നമ്മുടെ രക്ഷിതാവിനെയും പരിശുദ്ധ അമ്മയെയും ഞാൻ വളരെ സങ്കടപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് പറഞ്ഞു തരണമേ. ഞാൻ അനവധി പാപം ചെയ്തിട്ടുള്ള ഒരു മഹാപാപിയാണെന്ന് എന്നത് നിശ്ചയം തന്നെ. എൻ്റെ കാര്യം പിതാവിന് നല്ലവണ്ണം അറിയാമല്ലോ. എൻ്റെ കഠിന പാപങ്ങൾക്ക് തക്ക പ്രായശ്ചിത്തം ചെയ്ത് ഇവിടെ വെച്ച് തന്നെ പരിഹാരം ചെയ്യുവാൻ സ്നേഹപിതാവ് അനുവദിച്ചു തരണമെന്ന് സാധ്യപ്പെട്ട് അപേക്ഷിക്കുന്നു. ഞാൻ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്നതിന് ഇടവരുത്തല്ലേ പിതാവേ. എനിക്ക് തീ വളരെ പേടിയാണ്. അതിന് പകരം ഇവിടെ എന്തെങ്കിലും സഹിക്കുന്നതിന് ഞാൻ തയ്യാറായിരിക്കുന്നു. പിതാവേ, നമ്മുടെ പരിശുദ്ധ അമ്മയ്ക്ക് പാവപ്പെട്ട എന്നോട് വല്ല ദുഃഖവുമുണ്ടോ? ഒന്ന് പറഞ്ഞു തരണമേ. ഞാൻ അങ്ങയുടെ മകളല്ലേ. എനിക്ക് ഇപ്പോൾ എല്ലാ കാര്യത്തിലും ദൈവാനുഗ്രഹം കൊണ്ട് നല്ല തീക്ഷ്ണതയും താല്പര്യവും കണ്ടുവരുന്നു. ഇനിയെല്ലാം കാഴ്ചയ്ക്ക്. പിതാവേ, ഇവിടുത്തെ ശ്രേഷ്ഠത്തി അമ്മയുടെ ആങ്ങള മരിച്ചിട്ട് അമ്മ ദുഃഖിച്ചപ്പോൾ ഞാൻ ഓർത്തു, ഇത് എന്നെയും പെട്ടെന്ന് ദുഃഖിപ്പിക്കുമോ എന്ന്. എൻ്റെ ദൈവമേ, അങ്ങനെ സംഭവിച്ചാൽ ഞാൻ എന്തു ചെയ്യും എന്നും മറ്റും ഓർത്ത് ദുഃഖിച്ചിരുന്നു. പരിശുദ്ധ അമ്മയുടെ വ്യാകുലത്തിൽ മുൻപാകെ ഒന്നും സാരമില്ലെന്നോർത്ത് ധൈര്യപ്പെടുന്നു.
ആയത് സ്നേഹപിതാവിൻ്റെ മരണത്തെക്കുറിച്ചാകുന്നു. പിതാവേ, എന്നെ പെട്ടെന്ന് അടിച്ചേൽക്കല്ലേ. പിതാവേ, എന്നെ പെട്ടെന്ന് അടിച്ചേക്കല്ലേ. എനിക്ക് അത്ര വലിയ ധൈര്യമില്ല. സ്നേഹപിതാവ് മരിക്കും മുൻപേ എന്നെ മരിപ്പിക്കുവാൻ അപേക്ഷിക്കണമേ. പിതാവിൻ്റെ മുഖത്ത് ഒരു ക്ഷീണം കണ്ടാൽ എൻ്റെ ഉള്ളിൽ വളരെ വ്യസനം വരുന്നു. സ്വന്തം ആരോഗ്യം ദയവായി ശ്രദ്ധിക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. പിതാവിനു വേണ്ടി പാവപ്പെട്ട എൻ്റെ പ്രാർത്ഥനകളിൽ അപേക്ഷിപ്പിക്കുകയും ചെയ്തു വരുന്നു. ഇതല്ലാതെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ലല്ലോ. സ്നേഹപിതാവിൻ്റെ സ്വാതന്ത്ര്യം പോലെ എന്തെങ്കിലും എന്നോട് ചെയ്യണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. പിതാവിൻ്റെ സുഖം പോലെ നമ്മുടെ നവസന്യാസിനികൾക്ക് കീഴ്വഴക്കത്തെക്കുറിച്ചും സ്വന്തം മനസ്സിനെക്കുറിച്ചും ഉപവിയെക്കുറിച്ചും മറ്റും ഇടയ്ക്ക് ഓരോ ഉപദേശങ്ങൾ പറഞ്ഞുകൊടുത്ത് തീക്ഷ്ണതയുള്ളവരാക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. എനിക്ക് ഒന്നും അറിഞ്ഞുകൂടാത്തതുകൊണ്ട് എൻ്റെ പോരായ്മകൾ സ്നേഹപിതാവ് തന്നെ തീർത്ത് അവരെ നന്നാക്കി തരണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. അവരുടെ ഇംഗ്ലീഷ് പഠനം ഒന്ന് മുഴുവനായി കാണാൻ വളരെ ആഗ്രഹമുണ്ട്. അതിനു പറ്റിയ ടീച്ചറെ വരുത്തി പഠിപ്പിച്ച് മുഴുവനാക്കുവാൻ സ്നേഹപിതാവ് നല്ലവണ്ണം താൽപ്പര്യപ്പെടണമെന്ന് അപേക്ഷിക്കുന്നു. സ്നേഹപിതാവെ, ഒരു കൊന്തമണിക്ക് 500 ദിവസത്തെ ദണ്ഡവിമോചനമുള്ള ഒരു കൊച്ചു കൊന്ത കെട്ടി കൊടുത്തയക്കുന്നത് ആർക്കും കൊടുക്കാതെ പിതാവ് തന്നെ ഉപയോഗിക്കണമെന്ന് വളരെ താഴ്മയോടെ അപേക്ഷിക്കുന്നു. മുമ്പ് തന്ന കൊന്ത പോലെ കൊടുത്തു കളയരുതെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. അങ്ങയുടെ ഗുണദോഷ മറുപടിയും ആത്മപിതാവിനെടുത്തതും സ്ലീഹായ്ക്കെടുത്തതുമായ ആശീർവാദവും താഴ്മയോടെ അപേക്ഷിക്കുന്നു. പിതാവിന് നാളെ വരുവാൻ സുഖമില്ലെങ്കിൽ ഞായറാഴ്ച കാലത്ത് വന്നാൽ മതി. പിതാവിന് നാളെ വരുവാൻ സുഖമില്ലെങ്കിൽ ഞായറാഴ്ച കാലത്ത് വന്നാൽ മതി. കുമ്പസാരിച്ച് കുർബാന കൈക്കൊണ്ട് ഒരുങ്ങി നിൽക്കട്ടെ എന്ന് അയോഗ്യ ശുശ്രൂഷയും എളിയ ദാസിയും മകളുമായ കർമ്മലീത്ത നിഷ്പാദക 3-ാം സഭ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ എവുപ്രാസ്യ.